വെൽക്കം ടു തേർഡ് പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കോപ്പ് ഓർ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. കഴിഞ്ഞ 2 പാർട്ടുകളും കാണാത്തവർ മസ്റ്റായും ലാസ്റ്റ് 2 വീഡിയോസും കാണുക. അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അപ്പോൾ നമുക്ക് സ്കോപ്പ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ടോപ്പിക്കിലേക്ക് പോവാം. സ്കോപ്പ് ഓർ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. HRM is an evolving field with wide applicability from hiring to employee exit. അതായത് HRM കണ്ടിന്യൂസ് ആയി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അതായത് ഒരു എംപ്ലോയിയെ ഒരു ഓർഗനൈസേഷനിലേക്ക് ഹയർ ചെയ്യുന്നത് മുതൽ അവരുടെ ലീവിങ് പ്രോസസ്സ് വരെയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസും ഉൾക്കൊള്ളുന്ന ഒരു വൈഡ് വാസ്റ്റ് ഫീൽഡാണ് HRM. So, the Indian Institute of Personnel Management categorizes HRM into 3 aspects: personal aspects, welfare aspect, industrial aspect. So, Indian Institute of Personnel Management HRMൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ HRMൻ്റെ പ്രവർത്തന പരിധി 3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് പേഴ്സണൽ ആസ്പെക്റ്റ്, രണ്ടാമത്തത് വെൽഫെയർ ആസ്പെക്റ്റ്, മൂന്നാമത്തത് ഇൻഡസ്ട്രിയൽ റിലേഷൻ ആസ്പെക്റ്റ്. നമുക്ക് ഓരോന്നായി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പേഴ്സണൽ ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. പേഴ്സണൽ റെഫേഴ്സ് ടു എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ദിസ് ആസ്പെക്ട് ഫോക്കസസ് ഓൺ മാനേജിങ് എംപ്ലോയീസ് ആൻഡ് ദെയർ റോൾസ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെയാണ് ഇവിടെ പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ഓർഗനൈസേഷനുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പേഴ്സണൽ ആസ്പെക്ട്സ് ഓഫ് HRMൽ ഫോക്കസ് ചെയ്യുക. സോ കീ കമ്പോണൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഡു വി ഹാവ് എ സഫിഷ്യൻറ്റ് വർക്ക് ഫോഴ്സ് ഫോർ ദ ഫ്യൂച്ചർ? ആൻഡ് ദ പർപ്പസ് ടു എൻഷുർ ദ ഓർഗനൈസേഷൻ ഹാസ് ഇനഫ് സ്കിൽഡ് വർക്ക് ഫോഴ്സ് ഫോർ ദ ഫ്യൂച്ചർ. അതായത് ഒരു ഓർഗനൈസേഷന് ഫ്യൂച്ചറിലേക്ക് ആവശ്യമായ എംപ്ലോയീസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക, അവൈലബിലിറ്റി എൻഷുർ ചെയ്യുക. ദാറ്റ് മീൻസ് ഓരോ ജോബ്സും ചെയ്യാൻ കഴിവുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കണം. അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഓക്കെ, നെക്സ്റ്റ്, ഫോർ എക്സാമ്പിൾ, ഡ്യൂറിങ് കോവിഡ് എ മാസ്ക് മാനുഫാക്ചറിങ് കമ്പനി നീഡ്സ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഡിമാൻഡ് ആൻഡ് എൻഷുർ ഇനഫ് സ്കിൽഡ് സ്റ്റാഫ് ഈസ് അവൈലബിൾ ടു മീറ്റ് ഇറ്റ്. അതായത് കോവിഡ് ടൈമിൽ ഫോർ എക്സാമ്പിൾ ഒരു മാസ്ക് മാനുഫാക്ചറിങ് കമ്പനി മാസ്കിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കുകയും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയിയെ അവൈലബിൾ ആക്കുകയും വേണം അല്ലേ? ഓക്കെ, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അവൈലബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. എന്നാലല്ലേ അവർക്ക് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റൂ. സോ ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്യുക. അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുക. നെക്സ്റ്റ്, ജോബ് അനാലിസിസ്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ജോബ് ടു ബി പെർഫോംഡ്? പർപ്പസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടൈപ്പ് ഓർ നേച്ചർ ഓഫ് ദ ജോബ് ടു ബി ഡൺ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ആർ നീഡഡ്. സോ നമുക്കത് നോക്കാം. ഒരു പെർട്ടിക്കുലർ ജോബിൻ്റെ നേച്ചർ മനസ്സിലാക്കുക. അതായത് എന്തൊക്കെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ആണ് ഒരു ജോലി പെർഫോം ചെയ്യാൻ ആവശ്യമായത്. പ്രോപ്പറായി ജോബ് നേച്ചർ മനസ്സിലാക്കുന്നതിലൂടെ റൈറ്റ് എംപ്ലോയീസിനെ ഓരോ ജോബിലേക്കും നമുക്ക് ഹയർ ചെയ്യാൻ സാധിക്കും. എന്താണ് അപ്പോൾ ജോബ് അനാലിസിസ് എന്ന് പറയാം? ഒരു ജോബിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി. ആ ജോബ് പെർഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്, എന്തൊക്കെ ടാസ്ക് ആണ് പെർഫോം ചെയ്യേണ്ടത്, ഓവറോൾ ആ ജോബിൻ്റെ നേച്ചർ എന്താണ്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് മാരുതീസ് സെയിൽസ് ഡ്രോപ്പ് ഡ്യൂ ടു പുവർ പ്രൊമോഷൻസ്, HR ഷുഡ് റിക്രൂട്ട് മാർക്കറ്റിംഗ് എക്സ്പേർട്സ്, നോട്ട് മാനുഫാക്ചറിങ് സ്റ്റാഫ് അല്ലേ? അപ്പോൾ ആ ജോബിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് എന്താണ്, ആ ജോബിനെ കുറിച്ചുള്ള എബൌട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആപ്റ്റായിട്ടുള്ള സ്കിൽഡ് എംപ്ലോയീസിനെ കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പോൾ മാരുതിയുടെ സെയിൽസ് ഡ്രോപ്പായി. എന്തുകൊണ്ടാണ്? നല്ല പ്രൊമോഷൻസ് ഇല്ലാത്തത് കൊണ്ട്. സോ അവിടെ എന്താ അത് ഓവർകം ചെയ്യാനായിട്ട് കൊണ്ടുവരാൻ പറ്റുക?
നല്ല മാർക്കറ്റിംഗ് സ്റ്റാഫ്സിനെ എന്ത് ചെയ്യുക, ഹയർ ചെയ്യുക. അല്ലാതെ മാനുഫാക്ചറിങ് സ്റ്റാഫിനെ ആണോ ഹയർ ചെയ്യേണ്ടത്? അല്ല, മാർക്കറ്റിംഗ് എക്സ്പേർട്സിനെ കൊണ്ടുവരാം. സോ നെക്സ്റ്റ് പോയിന്റ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഹൗ ഡു വി ഹയർ പീപ്പിൾ? റിക്രൂട്ട്മെന്റ് ഈസ് finding suitable candidates and inviting them to apply. Selection is choosing the best fit candidates from the applicants. So, hiring എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എംപ്ലോയീസിനെ ഹയർ ചെയ്യുക. അപ്പോൾ എന്താണ് ഈ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുക? റിക്രൂട്ട്മെൻറ്റ് മീൻസ് റൈറ്റ് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മുടെ കമ്പനിയിലെ ഓപ്പൺ പൊസിഷനിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു കോളേജിൽ ഒരു ഫാക്കൽറ്റി പൊസിഷനിലേക്ക് വാക്കൻസി വന്നു. അങ്ങനെ ഒരു വാക്കൻസി ഉണ്ടെങ്കിൽ അത് അഡ്വർടൈസ് ചെയ്യുകയും കാൻഡിഡേറ്റ്സ് ആ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യും, അല്ലേ? ദെൻ ഇൻ്റർവ്യൂസ് ഓർ റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യും, അല്ലേ? ആ ഒരു കോളേജ് അതിൽ നിന്നും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യും. സോ സെലക്ഷൻ എന്നാൽ ചൂസിങ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് ഫ്രം ദ ആപ്ലിക്കൻസ് ആൻഡ് റിക്രൂട്ട്മെൻറ്റ് എന്നാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആ പൊസിഷനിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നതാണ്. സോ എക്സാമ്പിൾ, എ കോളേജ് അഡ്വർടൈസസ് ഫോർ എ ഫാക്കൽറ്റി. ഒരു ഫാക്കൽറ്റി ഓപ്പണിങ്ങിനായിട്ട് എന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെൻറ്റ് ഇടുന്നു. എന്നിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുന്നു. നമ്മൾ അതിൽ നിന്നും കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യുന്നു, ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ബെസ്റ്റ് ആളെ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹയറിംഗ് നടത്തുക. നെക്സ്റ്റ് പോയിന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഹൗ ഡു വി മേക്ക് ദ എംപ്ലോയീസ് ready for a job? New employees may lack familiarity with the organization's goal or procedures. HRM provides training to help them adjust, improve skills and meet expectations. ഒരു ജോബ് വളരെ കൃത്യമായി പെർഫോം ചെയ്യണമെങ്കിൽ എംപ്ലോയീസ് അതിനെ ക്യാപ്പബിൾ ആവണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് വേണം, അല്ലേ? ന്യൂ എംപ്ലോയീസ്, പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ആ ഓർഗനൈസേഷൻ്റെ കുറേയധികം റൂൾസും കാര്യങ്ങളും ഒന്നും എന്ത് ചെയ്യില്ല, തുടക്കം ക്ലിയർ ആയിരിക്കില്ല. സോ അതൊരു ട്രെയിനിങ്ങിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുക. സോ HRM എന്ത് ചെയ്യുന്നു, ഒരു ടാസ്ക് നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ, അതേ എംപ്ലോയീസിൻ്റെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, എ ന്യൂലി ഹയേർഡ് ടെക്നീഷ്യൻ ഇൻ എ blood testing lab knows the basic but needs training in protocols like labeling or disposal procedures of the used needs. That means, for example, ഒരു ബ്ലഡ് ടെസ്റ്റിംഗ് ലാബിൽ പുതിയതായി ഹയർ ചെയ്ത ഒരു ലാബ് ടെക്നീഷ്യൻ. അപ്പോൾ ആ ഒരു ലാബ് ടെക്നീഷ്യന് ബേസിക് ആയിട്ടുള്ള നോളജസ് ഉണ്ടാവും, അല്ലേ? ബട്ട് അവിടെയുള്ള എല്ലാ റൂൾസും ഫെമിലിയർ ആയിരിക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, യൂസ് ചെയ്ത നീഡിൽസ് എങ്ങനെ ഡിസ്പോസ് ചെയ്യുക, അല്ലേ? ബ്ലഡ് സാമ്പിൾസിൻ്റെ ലേബലിംഗ്, ഇതൊക്കെ എങ്ങനെ വളരെ കൃത്യമായി ചെയ്യുക. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് എന്ത് വേണ്ടി വരും, ട്രെയിനിങ് വേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ്, പെർഫോമൻസ് ഇവാലുവേഷൻ. ഓക്കെ, ഹൗ ഡു വി അസസ് ദി എംപ്ലോയീസ് പെർഫോമൻസ്? ഒരു എംപ്ലോയിയുടെ പെർഫോമൻസിനെ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? എത്രത്തോളം നന്നായി അവർ പെർഫോം ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുക? സോ പെർഫോമൻസ് ഇവാലുവേഷൻ, ദിസ് പ്രോസസ് മെഷേഴ്സ് ആൻ എംപ്ലോയീസ് ആക്ച്വൽ പെർഫോമൻസ് against expected standards, helps identify weak areas and take corrective steps. Performance evaluation means ഒരു എംപ്ലോയി എത്രത്തോളം നന്നായി അവർക്ക് കൊടുക്കുന്ന ടാസ്ക് പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് അവർ എത്രത്തോളം ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ അവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന പെർഫോമൻസും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യും, ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻസ് കൊണ്ടുവരികയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് അവരുടെ ടാർജറ്റ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ടാർജറ്റ് ബേസ് ചെയ്തായിരിക്കും അവരുടെ പെർഫോമൻസ് നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. എക്സാമ്പിൾ, എ കാർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഈസ് ഇവാലുവേറ്റഡ് ബേസ്ഡ് ഓൺ കാർസ് സോൾഡ് വേഴ്സസ് ടാർജറ്റ്.
നെക്സ്റ്റ് പോയിന്റ്, എംപ്ലോയി മോട്ടിവേഷൻ. How can we improve the performance of employees? HRM takes steps to keep employees motivated and productive. Motivated employees are more disciplined, need less supervision and help reduce costs. So, എങ്ങനെയാണ് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക? സോ HR എന്നത് കണ്ടിന്യൂസ് ആയിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കുറേയധികം സ്റ്റെപ്സ് കൊണ്ടുവരുന്നുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എംപ്ലോയീസിന് ബോണസ് കൊടുക്കുക, റിവാർഡ് കൊടുക്കുക, അവരെ റെക്കഗ്നൈസ് ചെയ്യുക അല്ലേ. ആൻഡ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് കണ്ടിന്യൂസ് ഒരു സൂപ്പർവൈസറിൻ്റെ ഗൈഡൻസോ അതുപോലെ എന്താ പറയുക സജഷൻസോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും. അവർ വളരെ കമ്മിറ്റഡ് ആയിരിക്കും അവരുടെ ഡ്യൂട്ടിയോട്, ഓർഗനൈസേഷനോട്. ആൻഡ് അതിലൂടെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഓവറോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ നല്ല പ്രൊഡക്ഷൻ ആ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുക. എ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് മോട്ടിവേറ്റിംഗ് എ ടീച്ചർ എബൌട്ട് ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ടീച്ചറിനോട് എന്താണ് എഡ്യൂക്കേഷൻ്റെ വാല്യൂ എന്നുള്ളത് മോട്ടിവേറ്റ് ചെയ്യാം. നമുക്ക് മോട്ടിവേഷൻ ആക്ച്വലി നമുക്ക് സ്വയം ഒരു വിശ്വാസം വരാം. നമ്മൾ മോട്ടിവേറ്റഡ് ആയാൽ മാത്രമേ നമ്മൾ പല കാര്യങ്ങളും വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുള്ളൂ. ഒരു ഓർഗനൈസേഷനിൽ മോട്ടിവേറ്റഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഫാക്ടറാണ്. നെക്സ്റ്റ്, എംപ്ലോയി റെമ്യൂണറേഷൻ. ഓൺ വാട്ട് ബേസിസ് ഡു വി പേ ദ എംപ്ലോയീസ്? ഓക്കെ, എന്തിൻ്റെ ബേസിസിലാണ് ഓരോ എംപ്ലോയീസിനും നമ്മൾ സാലറി കൊടുക്കുന്നത്? റെഫേഴ്സ് ടു ഹൗ വേജസ് ആൻഡ് സാലറീസ് ആർ ഡിസൈഡഡ് ആൻഡ് പെയ്ഡ് ടു എംപ്ലോയീസ്. ഷുഡ് ബി ഫെയർ, അൺബയാസ്ഡ് ആൻഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ടു മെയിൻറ്റെയിൻ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് productivity and based on experience, qualification, skill set, job responsibilities. It should also include provisions for extra benefits and performance based bonuses. One of the most important duty ആണ് ഒരു HRMൻ്റെ അല്ലെങ്കിൽ ഒരു HR ഫംഗ്ഷൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയാണ് സാലറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ സാലറി ഡിസ്ട്രിബ്യൂഷൻ എന്നത് വളരെ ഫെയർ ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈഡ് ആവും. എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈഡ് ആയാൽ എന്താ സംഭവിക്കുക? കമ്പനിയിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല അല്ലേ. ഓരോ എംപ്ലോയീസിൻ്റെയും സാലറി ഡിസൈഡ് ചെയ്യേണ്ടത് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ റെസ്പോൺസിബിലിറ്റി ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കണം. അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എംപ്ലോയീസിന് എക്സ്ട്രാ ബെനിഫിറ്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്തുണ്ടാവും? അവിടെ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, എ മാനുഫാക്ചറിങ് വർക്കർ വിത്ത് 20 years experience and a new recruit get different base salaries but bonuses depend on individual output. അതായത് 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു എംപ്ലോയി, ഒരു ന്യൂലി ഹയേർഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയും, അവരുടെ രണ്ടുപേരുടെയും സാലറികൾ തമ്മിൽ, ബേസ് സാലറി തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ബിക്കോസ് എന്താണ്? എക്സ്പീരിയൻസ് ഡിഫറൻസ് ആണ് വരുന്നത്. പക്ഷേ സ്റ്റിൽ അവരുടെ പെർഫോമൻസ്, അവർക്ക് കിട്ടുന്ന ബോണസ് എന്നുള്ളത് അവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ ബേസ് ചെയ്തിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം. ഹൗ ക്യാൻ വി കോർഡിനേറ്റ് എംപ്ലോയീസ് ഫ്രം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്? ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലായി വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനെയും എങ്ങനെയാണ് വളരെ എഫിഷ്യൻ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് മാനേജ് ചെയ്യുക? സോ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എൻറ്റയർ എംപ്ലോയീസിൻ്റെയും ഡേറ്റാസ് മാനേജ് ചെയ്യാനായി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറാണ് HRIS. എ സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ്ഡ് ബൈ ഓർഗനൈസേഷൻ ടു മാനേജ് എംപ്ലോയി ഡേറ്റ ഇൻക്ലൂഡിങ് എന്തൊക്കെയാണ് അതിൽ വരിക? പേഴ്സണൽ ഇൻഫർമേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, സ്കിൽസ്, അച്ചീവ്മെൻറ്റ്സ്, വാർണിംഗ്സ് ഓർ പണിഷ്മെൻറ്റ്സ്. ഒരു എംപ്ലോയി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റെക്കോർഡ്സും എന്തുണ്ടാവും? HRISൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോപ്പർ ജോബ് അസൈൻമെൻറ്റ്സ്, ഐഡൻറ്റിഫൈങ് പ്രൊമോഷൻസ്, കോർഡിനേറ്റിംഗ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലേ. എംപ്ലോയീസിൻ്റെ ജോബ് അസൈൻ ചെയ്യുക,
പ്രൊമോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടുള്ള കോർഡിനേഷൻ. നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. നാസ യൂസസ് HRIs to select astronauts based on detailed records and performance for mission suitability. ഫോർ എക്സാമ്പിൾ, നാസ ആസ്ട്രോണറ്റ്സിനെ സ്പേസിൽ അയക്കുന്നത് റാൻഡമായി സെലക്ട് ചെയ്തുകൊണ്ടാണോ? അല്ല, HRIs യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ട്രാക്ക് റെക്കോർഡ്സ് നോക്കി പെർഫോമൻസ് അനലൈസ് ചെയ്തിട്ടാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളവരെ ചൂസ് ചെയ്യുന്നത്, അല്ലേ? സെക്കൻഡ് ആസ്പെക്ട്, വെൽഫെയർ ആസ്പെക്ട് ഓഫ് HRM. Welfare in the HRM refers to ensuring the well-being, safety and comfort of employees in the workplace. Beyond just salaries or wages, it is crucial for maintaining employee satisfaction, motivation and productivity. ഏതൊരു ഓർഗനൈസേഷനിലെയും എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഓരോ കമ്പനിക്കും അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ എംപ്ലോയീസ് വേണം. അതുകൊണ്ട് തന്നെ ഓരോ എംപ്ലോയീസിൻ്റെയും സേഫ്റ്റി ആൻഡ് വെൽഫെയർ ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. വെൽഫെയർ എന്നാൽ എംപ്ലോയീസിൻ്റെ ഒരു ഓർഗനൈസേഷനിലുള്ള സുരക്ഷയും സുഖവും എല്ലാം എൻഷുർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് സാലറി, വേജസ് മാത്രമല്ല, അവരുടെ മെൻ്റൽ, ഫിസിക്കൽ, ഇമോഷണൽ വെൽബീങ് ഇതെല്ലാം എന്താണ്? ഇൻവോൾവ് ആണ്. നമുക്കതിൻ്റെ കീ എലമെൻറ്റ്സിലേക്ക് പോവാം. കീ എലമെൻറ്റ്സ് ഓഫ് എംപ്ലോയി വെൽഫെയർ. ഫസ്റ്റ് പോയിന്റ്, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ, ക്ലീൻ, ഹൈജീനിക്, വെൽ വെന്റിലേറ്റഡ് ആൻഡ് സേഫ് വർക്ക് എൻവയൺമെൻറ്റ്. ഇൻക്ലൂഡ്സ് ഗുഡ് ലൈറ്റിംഗ് ആൻഡ് എ ടോക്സിൻ ഫ്രീ അറ്റ്മോസ്ഫിയർ. അതായത് അവരുടെ ഓർഗനൈസേഷനിൽ, എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നല്ല ലൈറ്റിംഗ്, വെന്റിലേഷൻ, ക്ലീൻ ആൻഡ് ഹൈജീനിങ് ആയിട്ടുള്ള സറൗണ്ടിങ്സ്, അതായത് പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത സറൗണ്ടിങ്സ് ആയിരിക്കണം. അതുപോലെ നെക്സ്റ്റ്, ഫോളോയിങ് സേഫ്റ്റി പ്രാക്ടീസസ്, അതായത് വർക്കേഴ്സിൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. എസ്പെഷ്യലി ഹസാർഡസ് ആയിട്ടുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്ക് ഏരിയയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ്. എൻഷുർ യൂസ് ഓഫ് സേഫ്റ്റി ഗിയർ, ഹെൽമെറ്റ്സ്, ഗ്ലൗസ് എക്സെട്ര ഇൻ ഹസാർഡസ് റോൾസ്. ഓൾ സേഫ്റ്റി പ്രോട്ടോക്കോൾസ് മസ്റ്റ് ബി ഫോളോഡ്. എല്ലാ സേഫ്റ്റി പ്രാക്ടീസസും എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് ഡേഞ്ചറസ് വർക്കിംഗ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്. നെക്സ്റ്റ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്. ഇമ്മീഡിയറ്റ് ഹെൽത്ത് കെയർ ഇൻ കേസ് ഓഫ് ആക്സിഡൻസ് ഓർ ഡിസ്ട്രസ്. ഓർഗനൈസേഷൻ ബിയേഴ്സ് ഫുൾ കോസ്റ്റ് ഫോർ മെഡിക്കൽ എമർജൻസീസ് അറ്റ് വർക്ക്. അതായത് വർക്ക് പ്ലേസിൽ ഒരു ആക്സിഡൻറ്റോ ഇഞ്ചുറിയോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ അവർക്ക് കൊടുത്തിരിക്കണം. അതുമാത്രമല്ല, ഒരു ഓർഗനൈസേഷനിൽ വെച്ച് നടക്കുന്ന ഏതൊരു ആക്സിഡൻറ്റിൻ്റെയും ഫുൾ കോസ്റ്റ് ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ്, ജോബ് സെക്യൂരിറ്റി. പ്രൊവൈഡ് കോൺഫിഡൻസ് ടു എംപ്ലോയീസ് ത്രൂ ഫെയർ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. അവോയ്ഡ് ഫിയർ ഓഫ് ലോസിംഗ് ജോബ് വിത്തൗട്ട് വാലിഡ് റീസണിങ് ഓർ ഫെയർ ഹിയറിംഗ്. അതായത് എംപ്ലോയീസിന് അവർക്ക് തൻ്റെ ജോബ് പോയാലോ എന്നൊരു, അല്ലെങ്കിൽ ജോബ് നഷ്ടപ്പെട്ടാലോ എന്നൊരു ഭയം എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാവാൻ പാടില്ല. അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക, വളരെ ഫെയർ ആയിട്ട് അവരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഐഡൽ വർക്കിംഗ് അവേഴ്സ്. അതായത് ലോ ഫോളോ ചെയ്തുകൊണ്ട്, ലീഗൽ ഫ്രെയിംവർക്ക്സ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ടുള്ള വർക്കിംഗ് അവേഴ്സ് ആയിരിക്കണം. എംപ്ലോയീസിന് വളരെ പ്രോപ്പറായി, കൃത്യമായി ബ്രേക്കും റെസ്റ്റ് ടൈമും എല്ലാം എന്ത് ചെയ്തിരിക്കുക? പ്രൊവൈഡ് ചെയ്തിരിക്കുക. മസ്റ്റ് ഫോളോ ലീഗൽ വർക്കിംഗ് അവേഴ്സ്, ഇൻക്ലൂഡ് ബ്രേക്സ് ആൻഡ് റെസ്റ്റ് ടൈം ടു അവോയ്ഡ് ബേൺ ഔട്ട്. നെക്സ്റ്റ്, ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ആൻഡ് റിഫ്രഷ്മെൻറ്റ് വിത്തിൻ ദ ഓഫീസ് പ്രിമിസസ്. അതായത് കമ്പനിയിൽ തന്നെ, ഓർഗനൈസേഷൻ്റെ പ്രിമിസസിൽ തന്നെ എന്തുണ്ടായിരിക്കണം? ക്യാൻറ്റീൻ ഉണ്ടായിരിക്കണം. നല്ല ഫുഡ്, നല്ല വാട്ടർ, ഇതെല്ലാം എംപ്ലോയീസിന് കിട്ടിയിരിക്കണം. ലാസ്റ്റ് പോയിന്റ് ഈസ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ്. അതായത് എംപ്ലോയീസിന് കുറച്ച് ഫ്രീ ടൈം കൊടുക്കുക, ഫൺ ടൈം, ലൈക്ക് വർക്ക് അല്ലാതെ തന്നെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലെഷർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ലൈക്ക് ഗെയിംസ് ആൻഡ് ലെഷർ ആക്ടിവിറ്റീസ് ലൈക്ക് ക്യാരംസ്, ടേബിൾ ടെന്നീസ്. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ്
സ്ട്രെസ് ആൻഡ് സ്ട്രെങ്തൻ എംപ്ലോയി ബോണ്ടിങ്. അപ്പോൾ അതിലൂടെ എംപ്ലോയീസിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ എംപ്ലോയീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ടിങ് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യുക. ദ തേർഡ് ആസ്പെക്ട്, ഇൻഡസ്ട്രിയൽ റിലേഷൻ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. The industrial relation aspect of human resource management focuses on maintaining a positive and harmonious relationship between employers and the employees. It ensures a healthy work environment through the following key measures. So, industrial relation means ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയേഴ്സും തമ്മിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന എഫേർട്സിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയാം. സോ നമുക്കതിൻ്റെ കീ മെഷേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, റെക്കഗ്നിഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ്. എംപ്ലോയീസ് ക്യാൻ ഫോം അസോസിയേഷൻസ് ടു പ്രൊട്ടക്ട് their rights. These unions represent employees' interest and communicate with management. HRM ensures these unions are accepted and the organization maintains good communication with them. അതായത് എംപ്ലോയീസിന് അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അസോസിയേഷൻസ് ഫോം ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അതാണ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയാം. ഈ ട്രേഡ് യൂണിയൻസ് ആണ് എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായി എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇൻ കേസ് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എംപ്ലോയീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി ഇതുപോലുള്ള ട്രേഡ് യൂണിയൻസ് ഉണ്ടാവും. സോ HRM എന്താ ചെയ്യുക, ഈ ട്രേഡ് യൂണിയൻസിനെ ഓർഗനൈസേഷൻ അക്സെപ്റ്റഡ് ആണെന്നും അതുപോലെ തന്നെ ഓർഗനൈസേഷനും ട്രേഡ് യൂണിയൻസും തമ്മിലൊരു വളരെ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, എൻകറേജിങ് എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്. എംപ്ലോയീസിനെ ഓരോ ഡിസിഷൻ മേക്കിങ്ങിലും ഇൻവോൾവ് ചെയ്യുക. എംപ്ലോയീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസ്. എംപ്ലോയീസ് ഫീൽ മോർ കണക്റ്റഡ് when they are involved in decision making. This builds a sense of belonging and autonomy. It also helps avoid conflicts by making employees feel heard. അതായത് ഓരോ കാര്യങ്ങളിലും എംപ്ലോയീസിന് ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുക. അതായത് ഓരോ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോഴും എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ എംപ്ലോയീസിന് അവർ തങ്ങളിൽപ്പെട്ട ആളാണ് എന്നുള്ളൊരു തോന്നൽ, അതായത് സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് കൊണ്ടുവരാനും ഒരു ഫ്രീഡം ഓഫ് ഒപ്പീനിയൻസ് ആൻഡ് ഐഡിയാസ് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുക. ഇതിലൂടെ എംപ്ലോയീസിനെ കമ്പനിയിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് പല കോൺഫ്ലിക്ട്സും എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലംസും ഇഷ്യൂസും വലിയ കോൺട്രവേഴ്സി ആവുന്നതിന് മുമ്പ് തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, മെയിൻറ്റെയിനിങ് എംപ്ലോയി ഡിസിപ്ലിൻ. ക്ലിയർ റൂൾസ് ആൻഡ് ഡിസിപ്ലിനറി മെഷേഴ്സ് ആർ essential in an organization. HRM uses consistent and fair methods like McGregor's Red Hot Stove Rule, which ensures discipline. Employees must follow rules. If they break them, action is taken immediately, fairly, and with prior warning. Like touching a hot stove, the burn is instant, expected, and the same for everyone. So, ഏതൊരു ഓർഗനൈസേഷനിലും അവിടുത്തെ എംപ്ലോയീസ് ഫോളോ ചെയ്തിരിക്കേണ്ട കുറേയധികം റൂൾസ് ഉണ്ടായിരിക്കും. സോ ഈ റൂൾസ് എല്ലാം എല്ലാ എംപ്ലോയീസും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് HRMൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ എല്ലാ എംപ്ലോയീസും ഒരേപോലെ റൂൾസ് ഫോളോ ചെയ്തിരിക്കാൻ വേണ്ടി HRM പ്രാക്ടീസ് ചെയ്യുന്ന വൺ ഓഫ് ദ ഡിസിപ്ലിനറി പ്രിൻസിപ്പിൾ മെത്തേഡാണ് McGregor's Red Hot Stove Rule. ഈ ഒരു കൺസെപ്റ്റ് കമ്പയർ ചെയ്യുന്നത് ചൂടുള്ള സ്റ്റൗവിൽ തൊട്ടാലുണ്ടാവുന്ന അനുഭവം പോലെയാണ്. അതായത് നമുക്കറിയാം, നല്ല ചൂടുള്ള ഒരു സ്റ്റൗവിൽ നമ്മൾ തൊടുവാണെങ്കിൽ നമ്മുടെ കൈ ബേൺ ആവുമെന്ന് നമുക്കറിയാം അല്ലേ. സോ നമുക്കതിൻ്റെ ആ ഒരു റൂളിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കുക. McGregor's Red Hot Stove Rule. It is a principle of discipline in the workplace. വർക്ക് പ്ലേസിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ പ്രിൻസിപ്പിളാണ് McGregor's Red Hot Stove Rule. സോ McGregor കമ്പയർസ് ഡിസിപ്ലിൻ ടു ടച്ചിങ് എ ഹോട്ട് സ്റ്റവ്. ഒരു ചൂടുള്ള ഒരു സ്റ്റൗവിൽ ടച്ച് ചെയ്താൽ ഉണ്ടാവുന്ന അനുഭവമായി കമ്പയർ ചെയ്യുവാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഇമ്മീഡിയറ്റ്ലി.
Just like a stove burns instantly, punishment should be given right away. അതായത് എംപ്ലോയീസ് റൂൾ ബ്രേക്ക് ചെയ്താൽ ജസ്റ്റ് ലൈക്ക് എ ഹോട്ട് സ്റ്റൗ, ഒരു ഹോട്ട് സ്റ്റൗവിൽ തൊടുന്നത് പോലെ, ഓൺ ദ സ്പോട്ട് ബേൺ ആവുന്നത് പോലെ തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവും. ആൻഡ് നെക്സ്റ്റ് വാർണിംഗ്. പീപ്പിൾ നോ എ സ്റ്റൗ ഈസ് ഹോട്ട്. നമുക്കറിയാം സ്റ്റൗ ഹോട്ടാണ്, ചൂടാന്ന് നമുക്കറിയാം. സിമിലർലി എംപ്ലോയീസ് ഷുഡ് ബി അവെയർ ഓഫ് റൂൾസ് ആൻഡ് കോൺസിക്വൻസസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്തിരിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്തിരിക്കണം, എംപ്ലോയീസിന് അറിവുണ്ടായിരിക്കണം. ആൻഡ് അത് ബ്രേക്ക് ചെയ്താൽ എന്തായിരിക്കും കോൺസിക്വൻസസ് എന്നും അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് അറിവുണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് കൺസിസ്റ്റൻറ്റ്. ദ സ്റ്റൗ ബേൺസ് എവ്രി വൺ ഈക്വലി. പണിഷ്മെൻറ്റ് ഷുഡ് ബി ദ സെയിം ഫോർ ആൾ. അതായത് ആര് തൊട്ടാലും പൊള്ളും അല്ലേ. അപ്പോൾ ആര് റൂള് ബ്രേക്ക് ചെയ്താലും എല്ലാവർക്കും ഒരേ പണിഷ്മെൻ്റ് ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ, ഇംപേഴ്സണൽ. ദ സ്റ്റൗ ഡസൻ ഗെറ്റ് ആംഗ്രി. ഡിസിപ്ലിൻ ഷുഡ് ബി ഫെയർ ആൻഡ് വിത്തൗട്ട് പേഴ്സണൽ ഇമോഷൻ. ഓക്കെ, ആര് തൊട്ടാലും ബേൺ ആവും, പ്രത്യേകിച്ച് അതിൽ ഇമോഷൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഡിസിപ്ലിൻ ഷുഡ് ബി ഫെയർ ആൻഡ് വിത്തൗട്ട് പേഴ്സണൽ. അവിടെ പേഴ്സണൽ ഇമോഷൻസ് റിലേറ്റ് ചെയ്ത് ഒന്നുമേ വരാൻ പാടില്ല. ആരാണോ ബ്രേക്ക് ചെയ്യുക അവർക്ക് പണിഷ്മെൻ്റ് കൊടുക്കേണ്ടത് ഇമ്മീഡിയറ്റ് ആയിരിക്കും, കൺസിസ്റ്റൻറ്റ്, ആൻഡ് ഇറ്റ് വിൽ ബി സെയിം ഫോർ എവ്രി വൺ. നെക്സ്റ്റ് പോയിന്റ്, grievance redressal. If employees feel something is unfair, HRM listen to their complaints. If valid, HR tries to solve the issue quickly and fairly. HRM investigate the root cause and takes genuine steps to resolve grievances. അതായത് ഇഫ് എംപ്ലോയീസിന് അവരുടെ വേജ് റിലേറ്റഡ്, വർക്കിംഗ് കണ്ടീഷൻ, പോളിസീസ് റിലേറ്റഡ് അവർക്ക് എന്തെങ്കിലും അൺഫെയർ ആയി തോന്നുവാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടോ കൺസേൺസോ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ കംപ്ലയിൻറ്റ് റേസ് ചെയ്യാനും അത് HR എന്ത് ചെയ്യും, ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയും ചെയ്യുക. അതാണ് ഗ്രീവൻസ് റിഡ്രസൽ പറയുക. ആ ഒരു HRM ആ ഒരു വിഷയത്തിനെ പറ്റി എന്ത് ചെയ്യും, വളരെ ഡീപ്പായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് ജെനുവിൻ സ്റ്റെപ്പ് കൊണ്ടുവരും. എന്തിനാ, ആ പ്രോബ്ലം റിസോൾവ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് last one, adherence to labor laws. HRM ensures that the organization follows government laws like the Factories Act, Workmen Compensation Act, Minimum Wages Act. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഓരോ ഓർഗനൈസേഷൻ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലോസും ലേബർ ലോസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഫാക്ടറീസ് ആക്ട്. ഫാക്ടറീസ് ആക്ട് എന്താ പറയുക, ഫാക്ടറീസ് ആക്ട് പറയുന്നത് ഒരു എംപ്ലോയിയുടെ ഹെൽത്ത്, സേഫ്റ്റി, വെൽഫെയർ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് ഉണ്ട്. ഈ ഒരു ആക്ടിൽ പറയുക, ഇൻ കേസ് ഓഫ് എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റുക, ഡെത്ത് സംഭവിക്കുക, ആ ഒരു ടൈമിൽ എംപ്ലോയീസിന് കോമ്പൻസേഷൻ കൊടുക്കുന്നതുമായി റിലേറ്റ് ആവുന്ന ആക്ടാണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്. നെക്സ്റ്റ് മിനിമം വേജസ് ആക്ടാണ്. മിനിമം വേജസ് ആക്ട് എന്ന് പറയുമ്പോൾ വർക്കേഴ്സിന് കൊടുത്തിരിക്കേണ്ട വളരെ ഫെയർ ആയിട്ടുള്ള മിനിമം ആയിട്ടുള്ള വേജസ്, ഓക്കെ, അത് എൻഷുർ ചെയ്യലാണ് മിനിമം വേജസ് ആക്ടിൽ പറയുക. ആൻഡ് ദീസ് ലോ പ്രൊട്ടക്ട് വർക്കേഴ്സ് ഫ്രം ബീങ് എക്സ്പ്ലോയിറ്റഡ് ആൻഡ് എൻഷുർ ദ വെൽഫെയർ. അതായത് അവരുടെ സുരക്ഷയും അവരുടെ വെൽഫെയർ ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന ലോസാണ് ലേബർ ലോസിൽ വരിക. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് സ്കോപ്പ് ഓർ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആയിരുന്നു. അതിൽ 3 ആസ്പെക്റ്റുകൾ ഡിസ്കസ് ചെയ്തു. പേഴ്സണൽ ആസ്പെക്ട്, വെൽഫെയർ ആസ്പെക്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആസ്പെക്ട്. ഓരോന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇതിൻ്റെ ബാലൻസ് പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.